أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله عز وجل في قرآنه الكريم قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളൊക്കെ വളരെ ആശങ്കയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പണ്ട് കാലത്ത് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള ചൂടും ഉഷ്ണവും ഒക്കെ നമ്മൾ പറയുമായിരുന്നു. ഇന്ന് അതേ കാലാവസ്ഥയിലേക്ക് നമ്മുടെ നാടും നഗരവും സമൂഹവും ഒക്കെ മാറുകയാണ്. രാത്രി കറണ്ട് പോയാൽ ഉറങ്ങാൻ പറ്റാത്ത, ഫാനിട്ടാൽ പോലും ആ ഫാനിൻ്റെ കാറ്റ്, ചൂടുകാറ്റ് അനുഭവിക്കേണ്ടി വരുന്ന വല്ലാത്ത കാലാവസ്ഥ മാറ്റമാണ് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങിയാൽ വിയർത്ത് കുളിച്ച് ദാഹിച്ച് ക്ഷീണിച്ച് അവശരായി പോകുന്ന, ഇപ്പൊ കേരളത്തിൽ 5-ലധികം ആളുകൾ സൂര്യാഘാതമേറ്റു മരിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ജില്ലയിൽ 36-37 ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് 38-39 ഡിഗ്രി വരെ തീഷ്ണമായ ചൂട്, വെയിലത്ത് വാടിപ്പോകുന്നത്ര ചൂട് നമ്മൾ അനുഭവിക്കുകയാണ്. ഇവിടെയാണ് മഴയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില ശ്രദ്ധേയമായ സൂക്തങ്ങളുള്ളത്. മഴ എന്നത് പരീക്ഷണത്തിനും അനുഗ്രഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പ്രകൃതി പ്രതിഭാസമാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തെ നശിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയാണ് ഉപയോഗിച്ചത്. എന്നാൽ ആ മഴ മിതത്വമായ രൂപത്തിൽ പടച്ചവൻ ഇറക്കി തരും. അതെന്താണ്? നിഅമത്താണ്. ഇപ്പൊ മഴ എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. മഴ പെയ്യാൻ പടച്ചവനോട് മനസ്സിൽ നിന്ന് തേടുന്നൊരു സാമൂഹിക സാഹചര്യത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ നൽകി നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ചരിത്രം പറയുമ്പോൾ മിമ്പറുമായി ബന്ധപ്പെട്ട് മഴക്ക് ഒരു ചരിത്രമുണ്ട്. മിമ്പറുമായി ബന്ധപ്പെട്ട ചരിത്രം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുത്ബ നടത്തുമ്പോൾ ജാഅ റജുലുൻ വിജാഹൽ മിമ്പരി എന്നാണ്. ഒരാൾ പ്രവാചകന്റെ മിമ്പറിന്റെ എതിർഭാഗത്തെ ബാബിലൂടെ കടന്നു വന്നു, വാതിലൂടെ കടന്നു വന്നു. പ്രവാചകൻ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കാൻ ആ സമയത്ത് ഇദ്ദേഹം പ്രവാചകന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹലക്കത്തിൽ മവാഷി വൻ ഖതഅത്തി സുബുൽ, വഴികളൊക്കെ മുറിഞ്ഞുപോയി, കന്നുകാലികളൊക്കെ ചത്തുപോയി, അതേപോലെ വൃക്ഷലതാദികളൊക്കെ ഉണങ്ങിപ്പോവുകയാണ്. ഉണങ്ങാത്ത, വേനൽക്കാലത്ത് ഉണങ്ങാത്ത ചെടി വരെ ഉണങ്ങിപ്പോവുകയാണ്. ഫദ്ഉല്ലാഹ ലനാ, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇരക്കണം. എന്തിന്? മഴക്ക് വേണ്ടിയിട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ നിന്ന് 2 കൈയും ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹു മുസ്കിന, അല്ലാഹു മഹ്സ്ന, നീ അല്ലാഹു മുസ്കിന, പടച്ചവനെ മഴ പെയ്യിപ്പിക്കണേ. സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ വിയർത്ത് കുളിച്ചാണ് പള്ളിയിലേക്ക് വന്നത്. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഞങ്ങൾ പോകുമ്പോൾ ആകാശത്ത് കാർമേഘങ്ങൾ ഞങ്ങൾ കാണാൻ തുടങ്ങി. പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മഴച്ചാറുകൾ, മഴ പെയ്യാൻ തുടങ്ങി, ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങി എന്ന്. അങ്ങനെ ഈ മഴ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ സ്വഹാബി വീണ്ടും പ്രവാചകന്റെ അടുത്ത് അടുത്ത വെള്ളിയാഴ്ച വന്നിട്ട് പറഞ്ഞു, റസൂലെ മഴ കൂടിപ്പോയി. നമുക്കും അതാണ് പ്രശ്നം. ഇപ്പൊ മഴ ഒരു 5 ദിവസം അടുപ്പിച്ച് പെയ്താൽ താഴ്ന്ന സ്ഥലത്തൊക്കെ വെള്ളമാകും, വീട്ടിൽ വെള്ളം കയറും, വഴിയിൽ വെള്ളമാകും, പിന്നെ പ്രയാസമാകും. സ്വഹാബി പിറ്റേ ആഴ്ച വന്നിട്ട് പറഞ്ഞു, റസൂലെ അയ്യുംസികഹ, മഴയെന്ന് പിടിച്ചെടുത്താൻ ദുആ ഇരക്കണം, കാരണം മഴ കൂടിപ്പോയി. അപ്പോഴും റസൂലുള്ള ദുആ ഇരുന്നു, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, പടച്ചവനെ ഞങ്ങളുടെ ചുറ്റും നിന്ന് മഴയെ നീ ഞങ്ങളിലേക്കല്ലാത്ത അലല അകാമി വല്ല അജാമി വൽ റാബി വൽ മനാബത്തി ഷജരി വൽ ഔദിയത്തി, താഴ്വാരങ്ങളിലേക്ക്, വൃക്ഷങ്ങൾ, വൃഷ്ടി പ്രദേശങ്ങളിലേക്ക്, കുന്നിൻ ചെരിവുകളിലൊക്കെ ഈ മഴയെ മാറ്റണമെന്ന് ദുആ ഇരുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വെള്ളിയാഴ്ചയിൽ മഴയ്ക്ക് വേണ്ടി ദുആ ഇരക്കുന്ന കൃത്യമായൊരു മാതൃക ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആത്മാർത്ഥമായി നമുക്ക് ദുആ ഇരക്കാം. അല്ലാഹുമ്മ ഗ്സിനാ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ അല്ലാഹുമ്മ ഗ്സിനാ. അല്ലാഹുവേ, ഉപകാരപ്രദമായ മഴയെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. ഇനി എൻ്റെ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മഴ പെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? കൃത്രിമമായി മഴ പെയ്യിപ്പിച്ചാൽ പ്രകൃതിക്ക് പ്രശ്നമാണെന്നാണ് പഠനം. കൃത്രിമമായി മഴ പെയ്യിപ്പിച്ചാൽ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? അതുമൂലം വൃക്ഷലതാദികൾ മുളക്കുമോ? ഇത് വലിയ ചോദ്യചിഹ്നമാണ്. കൃത്രിമമായി മഴ പെയ്യിപ്പിക്കുമ്പോൾ വൃക്ഷലതാദികൾ മുളക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമ്മളോട് പറയുന്നത്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തെ അല്ലാഹു ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമാക്കിയാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതരിക? ആരാണ് നിങ്ങൾക്ക് വെള്ളം തരാൻ പറ്റുക? ഒരു പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ജലസേചന വകുപ്പ് മന്ത്രിക്കോ വെള്ളം കൊണ്ടുതരാൻ പറ്റില്ല. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ വെള്ളമില്ലാത്ത സാഹചര്യം വരണം. ക്യാനുമായി, കന്നാസുമായി, പാട്ടകളുമായി, പാത്രങ്ങളുമായി മുനിസിപ്പാലിറ്റിയുടെയോ ഗവൺമെന്റ് കൊണ്ടുവരുന്ന വാഹനത്തിന്റെ മുമ്പിൽ വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് പെട്രോൾ അടിക്കാൻ ക്യൂ നിൽക്കുന്നതിനേക്കാൾ ദയനീയമായ അവസ്ഥയിലായിരിക്കും. നീണ്ട ക്യൂ, പാത്രങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്, വരിവരിയായി വെക്കുകയാണ്. എന്തിനാ? കുടിക്കാനുള്ള വെള്ളത്തിന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി. കാർമേഘത്തിൽ നിന്ന് ആ വെള്ളം, എവിടെന്നാ വെള്ളം വരുന്നത്? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി. കാർമേഘത്തിൽ നിന്ന് ആ വെള്ളം ഇറക്കുന്നത് ആരാ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ നാമാണോ? അല്ലാഹുവാണ് ഇറക്കുന്നത്. അപ്പം മഴയാണ് വെള്ളത്തിന്റെ മാനദണ്ഡം. മഴ ഇറക്കാൻ അല്ലാഹു തീരുമാനിക്കണം, അല്ലാഹു കനിയണം. അതുകൊണ്ട് അല്ലാഹു നമ്മളോട് പറയണ്, വിശുദ്ധ റസൂൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രല്ല, ഈ മഴ ഇറങ്ങി വെള്ളം കിട്ടി, അത് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമുണ്ടേ. കടലിൽ ഒരുപാട് വെള്ളമുണ്ട്. കടലിൽ നിന്ന് ടാങ്കർ ലോറിക്ക് കൊണ്ടുപോയി വെള്ളം അടിച്ചിട്ട് ആ വെള്ളം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ നമ്മൾ കുടിക്കുമോ? ഇല്ല, കുടിക്കാൻ പറ്റില്ല. കടലിലെ വെള്ളം എടുത്തിട്ട് ടാങ്കർ ലോറിയാക്കി നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്നാൽ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുമോ? കടൽ തീരത്ത് താമസിക്കുന്ന വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിക്കുകയോ വാകഴുകയോ ചെയ്താൽ അറിയാം ഉപ്പ് രസത്തിന്റെ പ്രശ്നം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ പറഞ്ഞത്, ഉപ്പ് വെള്ളമാക്കിയാൽ, ചവർപ്പുള്ള വെള്ളമാക്കിയാൽ, ശുദ്ധമായ വെള്ളം കൊണ്ടെത്തരാൻ ആർക്കാണ് കഴിയുക? അതുകൊണ്ട് സഹോദരങ്ങളെ, മഴ എന്ന അനുഗ്രഹം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. മഴ കൂടി പ്രളയമായി, അവ മനസ്സിലൊരു പ്രാക്കാണ്, എന്ത് മഴ, എന്ത് പണ്ടാരം പിടിച്ച മഴ, അങ്ങനെ പറയാൻ പാടില്ല. മഴ കൂടിയാൽ മഴ നിൽക്കാൻ, മഴ ഇല്ലാതെ വരുമ്പോൾ ഉപകാരപ്രദമായ മഴ കിട്ടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൂട് അസഹനീയമാണ്. ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പലർക്കും ചൂടുകാലത്ത് വരുന്ന ചൂടുകുരു ഒക്കെ ഉണ്ട് അല്ലെ? ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ പൊള്ളി തുടങ്ങിയിട്ടുണ്ട്, ചെറിയ ചെറിയ കുരു പോലെയൊക്കെ വരുന്നുണ്ട്. രാത്രി AC ഇട്ട് കിടക്കുന്നവർക്ക് വലിയ പ്രശ്നം വരില്ല. ഫാനിട്ട് കിടന്ന് ഇപ്പൊ എല്ലാവർക്കും AC മേടിക്കാൻ പറ്റും. ഒരു 10% ആൾക്കാർ ഇതൊക്കെ പറ്റുള്ളൂ. അല്ലാഹു എല്ലാവരെയും സാമ്പത്തികമായി ഒരുപോലെയല്ലോ കൊണ്ടു നടക്കുന്നത്, കുറച്ചും കൂടിയൊക്കെ വരും. അപ്പോൾ ഫാനിട്ട് കിടന്നാലും വേർത്തി കുളിച്ചിട്ടാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത്. റമദാൻ മാസത്തിൽ നമ്മൾ വിചാരിച്ചു റമദാന്റെ പ്രശ്നങ്ങൾ, പക്ഷെ അതല്ല, നല്ല ചൂടാണ്. ഫാനിട്ടാലും ചൂടാണ്. ഉച്ചക്കൊന്ന് ഉറങ്ങാൻ വേണ്ടി പോയാൽ നമ്മുടെ വേർപ്പ് കാരണം ബെഡ് വരെ നനഞ്ഞ് കുതിർന്ന ഒരു അവസ്ഥയാണ്. പുതച്ച് കിടക്കാൻ പറ്റില്ല. അതിനിടക്ക് കൊതുക്, വല്ലാത്ത ബഹളം, വീട്ട് വാതിൽ തുറന്ന് കിടക്കാനുള്ള ഒരു സെക്യൂരിറ്റി നമുക്കില്ല. ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത് കടത്തിണ്ണയിലും റോഡ് സൈഡിലും ഒക്കെ കിടന്നുറങ്ങുന്ന പാവപ്പെട്ട മനുഷ്യനെ. അവർക്ക് ഫാൻ പോയിട്ട് എഫ് എന്ന് വിളിച്ചിരിക്കാൻ പോലും പറ്റില്ല. കാരണം വെച്ചാൽ ഒന്നുമില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അനുഭവിക്കുന്ന ഈ ദുനിയാവിലെ ചൂടിനെ കുറിച്ച് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയർപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ചൂടിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്? നാറുക്കും, നിങ്ങളുടെ ചൂട്. നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്ഉൻ മിനൻ നാരി ജഹന്നം. നാറുക്കും, നിങ്ങളുടെ ചൂട്, നിങ്ങളുടെ കയ്യിലുള്ള തീയുടെ ചൂടുണ്ടല്ലോ, അത് മിൻ 70 ജുസ്അൻ, 70 ഒരു ഭാഗമാണ്.
മിന്നാരി ജഹന്നം, നരകത്തിലെ തീയെ 70 വിഭജിച്ചാൽ അതിൽ ഒരു ഭാഗമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന തീ. നരകത്തിലെ തീയെ 70 ഇങ്ങനെ മുറിച്ച് മാറ്റിയെന്ന് കരുതുക. അതിൽ ഒരു ഭാഗമാണ് ഈ ദുനിയാവിലെ തീ. ആ തീ മതി നമ്മൾ കരിഞ്ഞു പോവാൻ, അല്ലെ? ആ തീ മതി നമ്മൾ കത്തിച്ചാമ്പലായി നമ്മൾ നശിച്ചു പോവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇൻ കാനത ലകാഫിയ. അപ്പൊ നരകത്തിന്റെ ചൂടും ദുനിയാവിന്റെ ചൂടും എങ്ങനെയാണ് പരിപൂർണമായി വിശദീകരിക്കാൻ കഴിയുക? റസൂൽ പറഞ്ഞു, ഫുള്ളിലത്ത് അലൈഹിന്ന ബിത്തിസ്അത്തിൻ ജുസ്അ. നിങ്ങളുടെ മേൽ അല്ലാഹു തആല നരകത്തിന്റെ തീയുടെ 69 ഭാഗവും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതെല്ലാം കൂടി ചേരുമ്പോൾ കുല്ലുഹുന്ന മിസ്ലു ഹദ്ദിഹാ, എല്ലാം കൂടി ചേർന്നാൽ നരകത്തിന്റെ തീയായി. ഒരു ഭാഗം മാത്രം എടുത്താൽ ദുനിയാവിലെ തീയായി. ഇതാണ് നമ്മുടെ തീയുടെ അവസ്ഥ. ഇനി മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചൂട് കഠിനാകുമ്പോൾ നിസ്കാരം വർദ്ധിപ്പിക്കണമെന്നാണ്. ചൂട് കൂടുമ്പോൾ ചൂട് കൂടിയാൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഫബരിദു അനിസ്സലാ, നിസ്കാരം കൊണ്ട് തണുപ്പിക്കണം. നിസ്കാരം കൊണ്ട് തണുപ്പിക്കണം. ചൂട് കൂടുമ്പോൾ നിസ്കാരം കൂട്ടണം എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ള ദുഹർ 5 ആക്കണമെന്നല്ല, ദുഹർ 2 പ്രാവശ്യം നിസ്കരിക്കണമെന്നല്ല. പതിവായി നിസ്കരിക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങളോടൊപ്പം, ഫർള് നമസ്കാരങ്ങളോടൊപ്പം സുന്നത്ത് നിസ്കാരങ്ങൾ കൂട്ടുക. കാരണം ശക്തമായ ചൂട് നരകത്തിന്റെ ഉഷ്ണമാണ്. ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ഉഷ്ണം, ചൂട് നരകത്തിന്റെ ഉഷ്ണമാണെന്നാണ്. നരകത്തിന്റെ ഉഷ്ണാണ് ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, ലൈഫായ ഹദീസൊന്നും അല്ല. ഇനി മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയർപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. വിയർപ്പിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ തട്ടി നമ്മൾ മനസ്സിലാക്കേണ്ട. നമ്മൾ വിയർക്കുമ്പോൾ കാല് മുതൽ നെറ്റിത്തടം വരെ, ഈ നെറ്റിത്തടത്തിൽ വിയർപ്പില്ലാത്ത ആരാളുള്ളത്? വിയർപ്പില്ലാത്ത, ശരീരത്തിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ വിയർപ്പിന്റെ മണം സ്വന്തത്തിന് പോലും, നമുക്ക് പോലും സഹിക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം പറയണം, ബനിയൻ ഇട്ടില്ലെങ്കിൽ ശരീരത്തിൽ ഡ്രസ്സ് ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഒളിച്ചൊരവസ്ഥയിലാണ്. അത് വെള്ളം ശരീരത്തിൽ ഒഴിച്ചൊരവസ്ഥ. പ്രവാചകൻ പറഞ്ഞു, ജനങ്ങൾ പരലോകത്ത് അവരുടെ അമലുകൾക്ക് അനുസരിച്ച് അറക്കിലായിരിക്കും. അറക്കെന്ന് പറഞ്ഞാൽ വിയർപ്പിലായിരിക്കും. ചില ആളുകളുടെ വിയർപ്പ് അവരുടെ നെരിയാണി വരെ ഉണ്ടാവും. ചില ആളുകളുടെ വിയർപ്പ് അവരുടെ മുട്ട് വരെ ഉണ്ടാവും. ചില ആളുകളുടെ വിയർപ്പ് അരക്കെട്ട് വരെ ഉണ്ടാവും. ചില ആളുകൾ മൊത്തം വിയർപ്പിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ചില ആളുകൾ മൊത്തം വിയർപ്പിലായിരിക്കും. ആ പരലോകത്ത് വിയർപ്പിൽ കിടന്ന് കുളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഹബീബായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ വിയർപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂൽ പറഞ്ഞത് സൽക്കർമ്മം വർദ്ധിപ്പിക്കുക. അപ്പോ ചൂട് ശക്തമാകുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ. മഴയ്ക്ക് വേണ്ടി നിസ്കാരമുണ്ട്. ഇനി മഴ കിട്ടിയില്ലെങ്കിൽ നമ്മൾ മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കണം. മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? പെരുന്നാൾ ഏകദേശം മഴയുടെ നിസ്കാരവും പെരുന്നാൾ നിസ്കാരവും ഒരു സാമ്യതയുണ്ട്. പക്ഷേ അവിടെ പഴയ വസ്ത്രം, റസൂൽ പറയുന്നത് പഴയ വസ്ത്രം ധരിച്ചു വരണം. പഴയ വസ്ത്രം ധരിച്ചു വേണം മഴയുടെ നിസ്കാരത്തിന് വേണ്ടി വരാൻ. ആ സമയത്ത് ഇമാമ് നിന്ന് 2 കരങ്ങളും ഉയർത്തി ദുആ ഇരക്കണം. ഇതൊക്കെ മഴയുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹു മഴ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് മഴയുടെ നിസ്കാരം പഠിച്ച് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കണം. ഇതൊക്കെ നിസ്കാരങ്ങൾ എന്തിനാ? മഴയ്ക്ക് വേണ്ടി. മഴ ഇല്ലാതാകുമ്പോൾ നിസ്കരിക്കാൻ പഠിപ്പിച്ച നിസ്കാരത്തിന്റെ പേരാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം. അപ്പൊ ഇതിന്റെ സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിയർപ്പിൽ കുളിക്കുന്ന ഒരു സാഹചര്യം പരലോകത്തുണ്ടാകും. അപ്പൊ ഈ ദുനിയാവിലെ വിയർപ്പും ഈ വിയർപ്പിന്റെ ഗന്ധമൊന്നും ഒന്നുമല്ല. ഇതിനേക്കാൾ വലുത് അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് കടന്നു വരാനുണ്ട് എന്നൊരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതുകൊണ്ട് ഇവിടുത്തെ ചൂടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊരു ഇഷ്ടമെന്ന് പറഞ്ഞ് ഇങ്ങനെ വീശുന്ന സമയത്ത് പരലോകത്തെ ചൂടിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് സാധിക്കണം. നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, അലയ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സൂക്ഷിച്ചോ. വഖൂദുഹൻ നാസു വൽ ഹിജാറ, അവിടുത്തെ ഇന്ധനം മനുഷ്യരും കല്ലുമാണ്. എന്താ കല്ലിനെ കുറിച്ച് പറയാൻ കാരണം? നമ്മുടെ ഇന്ധനം പെട്രോളാണ്, ഗ്യാസാണ്, ഡീസലാണ്, മണ്ണെണ്ണയാണ്, വിറകാണ്. പക്ഷെ പരലോകത്തെ ഇന്ധനം എന്താ? കല്ലും മനുഷ്യനുമാണ്. കല്ലിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ?
ഒരു പാറക്കല്ല് കത്തിച്ച് അത് ഉരുക്കാൻ കുറേ സമയമെടുക്കും. പക്ഷെ കത്തിയ കല്ല് തണുക്കാൻ കുറച്ച് ദിവസം എടുക്കുന്ന, പെട്ടെന്ന് തണുക്കൂല. കല്ല് കത്താൻ സമയമെടുക്കും, സമയമെടുത്തത് കത്തിക്കഴിഞ്ഞാൽ പിന്നെ തണുക്കാൻ ദിവസങ്ങൾ എടുക്കും. കല്ലങ്ങനെ പെട്ടെന്ന് കത്തിക്കാൻ പറ്റില്ല. ആ കല്ലിനോട് ചേർത്ത് അല്ലാഹു തആല പറയണം, മനുഷ്യനും കല്ലും. അത് മാത്രമല്ല, അത് രക്ഷപ്പെടാൻ പറ്റുമോ ഇവിടുന്ന്? അവിടെ കാവൽക്കാരായി ക്രൂരതയുള്ള, മനസാക്ഷി ഇല്ലാത്ത, കഠിന ഹൃദയമുള്ള, കഠിന ഹൃദയമുള്ള മലക്കുകളാണ് അവിടുത്തെ കാവൽക്കാര്. അവിടുത്തെ മനുഷ്യന്റെ കരച്ചിലും ബഹളവും വെപ്രാളവും പ്രയാസവും കണ്ടിട്ട് മനസ്സിന് അലിവില്ലാത്ത ആ മലക്കുകൾ പടച്ചവൻ ഏൽപ്പിച്ചതല്ലാത്ത ഒന്നും അവിടെ ചെയ്യില്ല. ഈ നരകത്തിന്റെ തീയെ നരകത്തിന് പോലും സഹിക്കാൻ പറ്റില്ല എന്ന് ചില ഹദീസ് കാണാൻ കഴിയും. എങ്ങനെ? നരകത്തിന്റെ തീയെ നരകത്തിന് പോലും സഹിക്കാൻ പറ്റൂല എന്നാണ് ഹദീസിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറയുന്നത്, ഇപ്പോ നരകം പരാതിപ്പെടും പടച്ചവനോട്, പറയുന്നത് റബ്ബി അക്കല ബഅലി ബഅല. ഈ കത്തി കത്തി വരുമ്പോ നരകം സ്വയം കത്തുന്നു, ഞാൻ സ്വയം നശിച്ചു പോകുന്നു. ആ സമയത്ത് പടച്ചവൻ നരകത്തിന് 2 ശരീരം കൊടുക്കും. ഒന്ന് തീയുടെ ശരീരമാണ്, അതിനെക്കുറിച്ച് ഹദീസിൽ കാണാൻ കഴിയും, ചൂടിന്റെ ഒരു ശരീരം, തണുപ്പിന്റെ ഒരു ശരീരം എന്നാണ്. അവിടെ അനുഭവിക്കുന്നത് ഏറ്റവും തീഷ്ണമായ ചൂടായിരിക്കും. അവിടെ അനുഭവിക്കുന്നത് ഏറ്റവും തീഷ്ണമായ തണുപ്പായിരിക്കും. അപ്പൊ സ്വസ്ഥതയില്ലാത്ത കാലാവസ്ഥകളാണ് നല്ല തണുത്ത കാലാവസ്ഥയും നല്ല ചൂടുള്ള കാലാവസ്ഥയും. ഈ 2 കാലാവസ്ഥയാണ് നരകത്തിന്റെ 2 ഭാഗം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചൂടുകാലത്ത് നരകത്തെ കുറിച്ച് ഓർക്കാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആയിരക്കാനും മഴ ലഭിക്കാനും ആ മഴയ്ക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറദല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ അവധിക്കാലമാണ്, വെക്കേഷനാണ്. അപ്പൊ ഈ വെക്കേഷന്റെ സമയത്ത് സമയം നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ കുത്തിയാണ് ഇങ്ങനെ സമയം ചെലവാക്കിക്കൊണ്ടിരുന്നത്. പണ്ട് കാലത്ത് TV കണ്ടായിരുന്നു. ഇപ്പൊ TVയിലല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സമയം കളയലാണ് പതിവ്. താമസിച്ച് കിടന്നുറങ്ങും, സുബൈക്ക് പോലും എഴുന്നേക്കില്ല, 7-8 മണി 9 മണിയാകുമ്പോൾ എഴുന്നേക്കും, പിന്നെ കുളിച്ച് അവിടെ ഇവിടെയൊക്കെ നടക്കും. ഒരു ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിക്കുന്ന ഒരു യുവതലമുറയെ നമ്മൾ കാണുകയാണ്. കുറെ ആളുകൾ ലഹരി ഉപയോഗിക്കുന്നു, കുറെ ആളുകൾ ടൂറിന് പോകുന്നു. ഈ ടൂറിന് പോക്കും നമ്മൾ ഇസ്ലാമികമായിട്ട് തെറ്റായൊരു കാര്യമൊന്നുമല്ല. പക്ഷെ പോകുമ്പോൾ ഇസ്ലാമികമായ മര്യാദകളും അദബുകളും അതിൽ പാലിക്കേണ്ടത്. അനാവശ്യമായ ഹറാമുകളുള്ള യാത്രകളാണെങ്കിൽ നമുക്ക് പോകാൻ പാടില്ല. കള്ളു കുടിക്കുന്നവന്മാരായിട്ട്, വ്യഭിചരിക്കുന്നവരുമായിട്ട്, അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നമുക്ക് പോകാൻ പാടില്ല. ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ, പടച്ചവനെ ശിക്ഷ ഉണ്ടായാൽ ഞാനതിലില്ല റബ്ബി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൂട്ടു നിൽക്കുന്നതിന് തുല്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സമയം സമയനഷ്ടം എന്നത് മരണത്തെക്കാൾ ഭയാനകമാണ്. സമയനഷ്ടം അള്ളാഹുവിനെയും അതേപോലെ തന്നെ ദുനിയാവിനെയും ആഖിറത്തിനെയും പടച്ചവനെയും തൊട്ട് നിങ്ങളെ മുറിച്ചു കളയും. എന്നാൽ മരണമോ മരണം ദുനിയാവിനെയും അതിന്റെ ആളുകളെയും തൊട്ട് മാത്രമേ നിന്നെ മുറിച്ചു കളയുള്ളൂ. സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് പടച്ചവനെ തൊട്ടും ആഖിറത്തിനെ തൊട്ടും നിന്നെ മുറിച്ചു കളയുന്ന കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ, ഇവിടുത്തെ സമയവും പരലോകത്തെ സമയവും നമ്മൾ താരതമ്യം ചെയ്താൽ ഖുർആൻ പറഞ്ഞ എന്താ, നിങ്ങൾ എണ്ണുന്ന അൽഫസന 1000 വർഷമാണ്. അൽഫസന എന്ന് പറഞ്ഞാൽ 1000 വർഷമാണ് പരലോകത്തൊരു ദിവസം. പരലോകത്തൊരു ദിവസം എന്ന് പറയുമ്പോൾ ദുനിയാവിലെ 1000 വർഷം നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂ എത്ര ദിവസം ഉണ്ടെന്ന്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 കാലം, അല്ലെങ്കിൽ 300 ആ ഒരു കണക്കല്ലേ പറയുന്നത്. അതിന്റെ 1000 ഇരട്ടി. അതാണ് പരലോകത്തൊരു ദിവസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പറയുന്നത്, കാലകം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ. നമ്മളോട് ചോദിക്കും, എത്ര വർഷമാണ് നീ ജീവിച്ചത്?
അപ്പൊ പരലോകത്ത് ആ സമയദൈർഘ്യം കാണുമ്പോൾ നമ്മൾ പറയും കാലു ലബിസ്ന യൗമനൗ ബഅള യൗം. പടച്ചവനെ, ഒരു ദിവസമാണ് ഞങ്ങൾ താമസിച്ചത്. 950 കൊല്ലം ജീവിച്ച നൂഹ് നബിക്ക് പോലും തോന്നും എത്ര ദിവസമാണ്? ഒരു ദിവസം. അല്ല, ഔ ബഅള യൗമിൻ, ആ ദിവസത്തിന്റെ കുറച്ചു നേരം മാത്രമേ ജീവിച്ചുള്ളൂ റബ്ബേ. കണ്ടോ, ഇതാണ് നമ്മൾ പരലോകത്ത് പറയുക. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ വെറുതെ അങ്ങനെ പടച്ചതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമയം വിലപ്പെട്ടതാണ്. ആ സമയത്തെ കൃത്യമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. സമയത്തെ കൃത്യമായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അടയാളം ആ 5 വഖത്തുള്ള നിസ്കാരം കൃത്യമായി നിർവഹിക്കണമെന്ന് തന്നെയാണ്. ചില ആളുകളുടെ വിചാരം വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്നാണ്. വീട്ടിലല്ല നിസ്കരിക്കേണ്ടത്. ഇപ്പത്തെ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 15, 16, 17 വയസ്സുള്ള കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ക്ലാസ് ഇല്ലാത്തവർക്ക് പഴയതുപോലെ നിസ്കാരത്തിന്റെ കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് പള്ളി വന്ന് നിസ്കരിക്കണം. ആ കുട്ടികളൊക്കെ പള്ളി വന്ന് നിസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അന്ധനായ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, ലൈസലി ഖായിദുനി യഖൂദുനി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ആളില്ല, ഞാൻ നിസ്കരിക്കാൻ വരണോ? അന്ധനായ കണ്ണു കാണാത്ത ഈ സ്വഹാബിയോട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ പൊയ്ക്കോന്ന് ആദ്യം പറഞ്ഞു. തിരിഞ്ഞു പോയപ്പോ അല്ലെങ്കിൽ തിരിഞ്ഞു പോയപ്പോ വിളിച്ചിട്ട് പറഞ്ഞു, അതസ്മഉ നിദാ, നീ ബാങ്ക് കേൾക്കാറുണ്ടോ? എങ്കിൽ പള്ളി വന്ന് നിസ്കരിക്കണം. അപ്പൊ ബാങ്ക് കേൾക്കുന്നവരൊക്കെ പള്ളി വന്ന് നിസ്കരിക്കണം. അല്ല കിടന്നുറങ്ങല് നല്ല ഒരു ചര്യയല്ല, നല്ലൊരു ശൈലിയല്ല. പ്രത്യേകിച്ച് സുബൈക്ക്, അതേപോലെ ഇശാ, ഈ 2 സമയങ്ങളിൽ. ഇനി മാത്രമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്തെ ഏറ്റവും 2 അനുഗ്രഹങ്ങളെ കുറിച്ച് റസൂല് പറഞ്ഞപ്പോ അസ്ഹത്തു വൽ ഫറാ, ഒഴിവ് സമയം ഒരു നിഅമത്താണ്. ഒഴിവ് സമയം അനുഗ്രഹമാണ്. അത് വേണ്ടാധീനം കണ്ട് സമയം കളയാനുള്ളതല്ല, നന്മയിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഒരു ഹദീസ് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇത് ഏതാ മാസം? ഇത് മെയ് ആയി. റമദാൻ കഴിഞ്ഞ് നമ്മൾ അറിഞ്ഞോ? റമദാൻ എത്ര പെട്ടെന്നാ പോയത് അല്ലെ? 2019, 2018, 19 പ്രളയം. എത്ര വർഷമായി കഴിഞ്ഞിട്ട്? 24, 23, 22, 21, 20, 5 കൊല്ലത്തോളം ആകുമ്പോൾ കോവിഡ് വന്നു 2020. എത്ര വർഷമായി? 4 കൊല്ലത്തോളം ആകുമ്പോൾ. ഈ 4 കൊല്ലം പോയത്, 5 കൊല്ലം പോയത് നമ്മൾ അറിഞ്ഞോ? നമ്മുടെ കുട്ടിക്ക് 1ാം ക്ലാസ്സിലേക്ക് ചേർക്കാൻ ഉള്ളൊരു 5 വയസ്സ്, 5.5 വയസ്സായപ്പോൾ നമ്മൾ കുറച്ചൊരു ഇത്ര പെട്ടെന്ന് വലുതായോ? കല്യാണപ്രായം, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന മോളുണ്ട്. നമുക്ക് ഇപ്പോഴാ ചിന്ത വരുന്നത്, പടച്ചോനെ കല്യാണപ്രായമല്ലോ, എത്ര പെട്ടെന്ന് സമയം പോണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅഹത യതഖാറബു സ്സമാൻ, കാലം ഇങ്ങനെ അടുത്തടുത്ത് വരും, പെട്ടെന്ന് സമയം പോകും. ഏതുപോലെ? ഫതഖൂനു സനതു കശഹരി, ഒരു വർഷം ഒരു മാസം പോലെ പോകും. ഇത് 5ാം മാസമാണ്. 2024 5ാം മാസം അല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഇനി 24 കഴിയാൻ എത്ര മാസമുണ്ട്? 7 മാസം. കശഹരി, മാസം പോലെയാണ് വർഷം പോവുക. മാത്രമല്ല വയകൂനു ശഹ്റു കൽ ജുമുഅ, ഒരു മാസം ഒരാഴ്ച പോലെയാണ് പോവുക. ഒരാഴ്ച പോകാൻ 7 ദിവസം, അതുപോലെ ഒരു മാസം പോവുക. വയകൂനുൽ ജുമുഅതു കൽ യൗം, ഒരാഴ്ച ഒരു ദിവസം പോലെ. കഴിഞ്ഞ വെള്ളിയാഴ്ച വോട്ട് ചെയ്തത് ഇന്നലെ എന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഒരാഴ്ചയും നമ്മൾ വോട്ട് ചെയ്തിട്ട്, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വോട്ട്. നമ്മുടെ മനസ്സിൽ ഇന്നലെ എന്ന ചിന്തയാണ്. ഒരാഴ്ച പോയത് നമ്മൾ അറിഞ്ഞോ? 7 ദിവസമാണ് ഒരാഴ്ച. സബഅത്തു അയ്യാമാണ് ഒരാഴ്ച, 7 ദിവസം പെട്ടെന്നാണ് പോകുന്നത്. റസൂൽ അവസാനം പറഞ്ഞു, വതകൂനു സാഅതു കൽ ഇഹ്തികാരി സഅഫത്തിൽ ഖുസ്വ, അതായത് ഒരു മണിക്കൂർ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ പെട്ടെന്നാ പോവുക. ഒരു മണിക്കൂർ ഒരു ചെറിയൊരു പേപ്പറോ അല്ലെങ്കിൽ ചെറിയ വിറകിന്റെ ഒരു കഷ്ണോ കത്തിത്തീരാൻ എത്ര സമയം വേണോ അതുപോലായിട്ട് പോകും. അപ്പോ സമയം വളരെ വേഗം പോകുമ്പോൾ നമ്മുടെ മരണത്തിലേക്കാണ് നമ്മൾ അടുക്കുന്നത്. അപ്പൊ ഈ ഒഴിവ് സമയത്തെ നന്നായി നന്മയിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഒരു 13 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ മക്കളെ, അവർ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് മദ്രസയിൽ പോയിട്ടുള്ളത്. പിന്നെ ഖുർആൻ കൈകൊണ്ട് അങ്ങനത്തെ കുട്ടികൾ വരെ ഉണ്ട്. നിസ്കാരത്തിന് പ്രാർത്ഥന അറിയാത്ത കുട്ടികളുണ്ട്. നിങ്ങളൊക്കെ നമ്മുടെ മക്കളെ വിളിച്ചിട്ട് നിസ്കാരത്തിന് പ്രാർത്ഥന ചോദിച്ചു നോക്കണം, എത്ര പേർക്ക് അറിയാമെന്നപ്പം അറിയാം. ഖുർആൻ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഖുർആൻ നോക്കി ഓതി പഠിക്കണം. നോക്കി ഓതി എത്ര കുട്ടികൾ ഓതുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടതാണ്. ഉസ്താദുമാർ പഠിപ്പിച്ചില്ലെങ്കിൽ നിർബന്ധപൂർവ്വം അങ്ങനെ പഠിപ്പിച്ചാൽ മതി എന്ന് പറയണം. കാണാതെ പിന്നെ നമുക്ക് പഠിപ്പിക്കാം. ഖുർആൻ നോക്കി ഓതാൻ പഠിക്കാം. യാസീൻ മാത്രം ഓതി പഠിപ്പിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും യാസീൻ മാത്രം മതി. യാസീൻ മാത്രമല്ല, 114 സൂറത്തുണ്ട്. ഇതൊക്കെ നോക്കി ഓതാൻ ചെറുപ്പത്തിൽ ഒരു 5-6 ക്ലാസ് ആകുമ്പോൾ തന്നെ കുട്ടികൾ പ്രാപ്തരാകും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ വെക്കേഷൻ ക്ലാസ്സുകൾ നമ്മുടെ മസ്ജിദ് മനാറിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്
ഈ വരുന്ന ഞായറാഴ്ച 4 മണി മുതൽ 5 ദിവസം നിസ്കാരത്തിന്റെ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു വെക്കേഷൻ ക്ലാസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. 13-12 വയസ്സുള്ള കുട്ടികൾ മുതലാണ് അതിൽ പങ്കെടുക്കേണ്ടത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിടുക. വൈകുന്നേരം അസർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു നൽകി അള്ളാഹു ഞങ്ങളെവരെയും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു ഈ ചൂട് കാലത്ത് നല്ല മഴ പ്രദാനം ചെയ്ത് ഞങ്ങളെവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബമിത്രാദികൾ, സഹോദരങ്ങൾ, അവരുടെ കബറിടത്തെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ കൂട്ടിയിണക്കണേ റഹ്മാനെ. മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم